4:35 PM. എത്ര പരിശ്രമിച്ചിട്ടും മനസ്സിൽ പതിയാത്ത ആ പെണ്ണിനെയോർത്ത് കൈഭോഗം ചെയ്ത് നേരം പോയതിനാലാണ് 4 മണിക്ക് ഓഫീസിലെത്തേണ്ട ഞാൻ 4:35 എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ല കാര്യം. പുതിയ ചന്ദ്രിക സോപ്പായതിനാൽ അതിൽ അലിഞ്ഞലിഞ്ഞ് കുളിച്ച് നേരം പോയതിനാലാണ് 4 മണിക്ക് ഓഫീസിലെത്തേണ്ട ഞാൻ 4:35 എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ല കാര്യം. അതൊന്നുമല്ല കാര്യം. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാനിടയില്ലാത്ത നടന്ന സംഭവമാണ് കാര്യം. അത് തന്നെയാണ് കാര്യം. അത് ഇങ്ങനെയാണ്. അത് ഏകദേശം ഇങ്ങനെയാണ്. AC ഓൺ ചെയ്ത് പാട്ടുച്ചത്തിൽ വച്ച് AC ഓഫാക്കി പാട്ടൽപ്പം കുറച്ച് വാച്ചിൽ നോക്കി, പിന്നെയും AC ഓൺ ചെയ്ത് പാട്ടുച്ചത്തിലാക്കി, പിന്നെയും വാച്ചിൽ നോക്കി, സൈലന്റായി അടിക്കുന്ന മൊബൈലിനെ പുച്ഛത്തിൽ നോക്കി, പിന്നെയും AC ഓണാക്കി ഓഫാക്കി പാട്ടുച്ചത്തിലാക്കി പാട്ട് ഓഫ് ചെയ്ത് പോലീസിനെ പിടിക്കാൻ പാകത്തിൽ വണ്ടിയെ ഓടിക്കവേ അതാ ആ വളവും കഴിഞ്ഞ് ഒരു മരണ വീട്. എല്ലാ ദിവസവും കാണുന്നതാണല്ലോ. ഇന്നെന്തു ഭംഗി നിന്നെ കാണാൻ എന്ന ആ സിനിമ പാട്ട് പാടുവാൻ തോന്നുന്ന അത്രയും ക്യൂട്ടായ ഒരു വീട്. നിർത്തിയതല്ല കൂട്ടരെ, നിന്നുപോയതാണ്. അത്രയ്ക്ക് തങ്കക്കുടം പോലൊരു മരണ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പനാണേ സത്യം. ഒരു മൂളിപ്പാട്ടുമായി കയറി ചെല്ലുമ്പോൾ പൂക്കളായ പൂക്കളൊക്കെ നോക്കി ചിരിക്കുന്നു. ഇത്രയും കാലം വേലിത്തലപ്പിൽ നിന്ന് പൊട്ടി ചിരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ദുഷ്ടായെന്ന മൂളിപ്പാട്ടുമായങ്ങനെ നോക്കി ചിരിക്കുന്നു. എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ടിന് ജീവൻ വച്ച പോലുണ്ട്. മരണവീട്ടിലെ പൂക്കളെ, എന്തു ഭംഗി നിന്നെ കാണാൻ. ഇവിടെ വ്യാകരണം തെറ്റിയതിൽ നിങ്ങളെപ്പോലെ എനിക്കും സങ്കടമില്ല. എന്തു ഭംഗി നിന്നെ കാണാൻ. പൂക്കൾക്കിടയിൽ അത്ര ഭംഗിയുള്ള മരിച്ചയാൾ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ട് പാടിയെന്ന് പ്രത്യേകം പാടേണ്ടതില്ലല്ലോ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ടിന്റെ കോറസായിരുന്നു ആ വീട്. എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ ഭാര്യ, എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ മക്കൾ, എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ അയൽക്കാർ, എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ കൂട്ടുകാർ, എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ അമ്മ. സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കില്ല, ആ നിമിഷത്തിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു മരിച്ചയാൾക്ക് ഉമ്മ കൊടുക്കണമെന്ന എൻ്റെ ചിരപുരാതനമായ ആ ആഗ്രഹം, ആ ജീവിതാഭിലാഷം സർവസീമകളും തെറ്റിച്ചു. ഞാനയാൾക്കൊരു ഉമ്മ കൊടുത്തു. കുടിയനായ അയാളുടെ അത്തറിൽ കലർന്ന മണം, പൂക്കൾ കലർന്ന മണം, ചന്ദനത്തിരി കലർന്ന മണം. ഞാനയാൾക്ക് ഒരു ഉമ്മ കൊടുത്തു. കൂട്ടരെ, പരിചയമുള്ള മരിച്ചതോ അല്ലാത്തതോ ആയ ആളുകൾക്ക് കൊടുക്കും പോലെയല്ല, സത്യമായിട്ടുമല്ല പരിചയമില്ലാത്ത മരിച്ചയാൾക്ക് കൊടുക്കുന്നത്. കൊടുത്തത് നന്നായോ കിട്ടിയത് നന്നായോ ഒന്നായോ എന്നിങ്ങനെയുള്ള ഗുലുമാലുകൾ ഒന്നുമില്ല. എഴുതി കൊതി തീരില്ല. ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന് ഒരു മുട്ടൻ തെറികൂട്ടി അയാൾ കുടിച്ച മണവുമായി ചോദിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഇപ്പോൾ 4:35. ഞാൻ ഓഫീസിൽ കയറുകയാണ്. ഇന്ന് വൈകിയതിന്റെ കാരണം നിങ്ങൾക്കറിയാം, മരിച്ചയാൾക്കും അറിയാം.